കൂട്ടുകാരെ, പ്രേം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചെടിയുടെ പേരാണ് ബിഗോണിയ ചെടി. ഈ ചെടിയുടെ കെയറിംഗ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് എൻ്റെ കയ്യിലുള്ള 2 കളക്ഷൻസ് ആണ്. എൻ്റെ കയ്യിൽ വെറും 2 കളക്ഷൻസ് മാത്രമാണുള്ളത്. വെള്ളയും ഇതേപോലെ പിങ്ക് കളറായിട്ടും ജസ്റ്റ് ഒരു ചുവപ്പും ഒരു പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണിത്. നല്ലൊരു ഭംഗിയുള്ള ചെടിയാണിത്. ഇതേപോലെ ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഓവർ വലിപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ ഇങ്ങനെ ചാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെടികൾക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേ വലുപ്പത്തിലായി നിന്നിട്ട് നല്ല ഭംഗി ഉണ്ടാവും. ഇതിൻ്റെ ഒരു പൂക്കൾ കാണാൻ ഒരുപാട് പൂക്കളും ഉണ്ടാവും. പക്ഷെ പൂക്കൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിലും ഇത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. ഇതിന് ചെറിയ ഇതേപോലത്തെ കട്ടിംഗ് ഒക്കെ നമ്മൾ മുറിച്ചിട്ടാണ് ഇത് ഓരോ ചട്ടിയിലായിട്ടോ അല്ലെ ഇതേപോലെ കവറിലായിട്ടോ നമ്മൾ മാറ്റി നട്ടു കൊടുക്കുന്നത്. ഈ ഒരു ചെടിയുടെ തണ്ട് വളരെ നേർത്തതും ഇലകളൊക്കെ ഒരുപാടുള്ളത് കൊണ്ടാണ് ഇത് വളർന്നു വരുമ്പോൾ ഇതിങ്ങനെ ചാഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടിച്ച് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടായി കിട്ടുകയും പിന്നെ ഈ പൊട്ടിക്കുമ്പോൾ അവിടെ നിന്ന് പുതിയ മുകുളങ്ങൾ പൊട്ടിയിട്ട് അതിൽ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടായി കിട്ടുകയും ചെടികൾ നല്ല ബുഷിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു ചെടിക്ക് ഓവർ വെയിലുണ്ടെങ്കിലൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ചെടിയാണിത്. പിന്നെ ദിവസം ഒരു നേരമെങ്കിലും ഇത് നനച്ചു കൊടുക്കണം. പിന്നെ നട്ടു കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ ചാണകപ്പൊടിയും മണ്ണും കൂടെ യോജിപ്പിച്ചിട്ട് വേണം ഇത് നട്ടു കൊടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കുള്ള വളപ്രയോഗം ഒന്നും ആവശ്യമില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത്. പിന്നെ ഈ ഒരു ചെടിയുടെ ഇല കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് നല്ല റൗണ്ടും അല്ല, പിന്നെ മറ്റൊരു പ്രത്യേക ഒരു ഷേപ്പായിട്ടുള്ള ഒരു നല്ലൊരു ചെടിയാണിത്. പിന്നെ ഇതിൽ നിന്ന് പറയുന്നത് അത് ഓവർ വെയിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ചെടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് നട്ടു കൊടുക്കുമ്പോൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ വെയിലത്ത് നിന്നിട്ടുണ്ടെങ്കിലും ഈ ചെടിക്ക് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ നശിച്ചു പോകുന്ന യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.